എന്താണ് സിന്ധു ജല ഉടമ്പടി അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് നോക്കിയാലോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ജലവിതരണ ഉടമ്പടിയാണ് സിന്ധു വാട്ടർ ട്രീറ്റി. സിന്ധു ജല ഉടമ്പടി എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി സിന്ധു നദിയിലും അതിന്റെ പോഷകനദികളിലും ലഭ്യമായ വെള്ളം ഉപയോഗിക്കുന്നതിനായി ലോകബാങ്ക് ചർച്ച ചെയ്ത് രൂപീകരിച്ചതാണ്. 41 ബില്യൺ ക്യൂബിക് മീറ്ററിന്റെ മൊത്തം ശരാശരി വാർഷിക ഒഴുക്കുള്ള 3 കിഴക്കൻ നദികളുടെ അതായത് ബിയാസ്, രവി, സത്-ലജ് എന്നിവയുടെ ജലത്തിന്മേൽ ഇന്ത്യയ്ക്ക് നിയന്ത്രണം ഈ ഉടമ്പടി നൽകുന്നു. മൊത്തം ശരാശരി വാർഷിക ഒഴുക്ക് 99 ബില്യൺ ക്യൂബിക് മീറ്ററുള്ള 3 പടിഞ്ഞാറൻ നദികളുടെ സിന്ധു, ചെനാബ്, ജലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാന് നൽകി. നദികൾ വഹിക്കുന്ന മൊത്തം വെള്ളത്തിന്റെ 30% ഇന്ത്യയ്ക്ക് ലഭിച്ചു. അതേസമയം പാകിസ്ഥാന് 70%വും ലഭിച്ചു. പടിഞ്ഞാറൻ നദികളിലെ വെള്ളം പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപ്പാദനം, നാവിഗേഷൻ, മത്സ്യകൃഷി തുടങ്ങിയ പരിധിയില്ലാത്ത ഉപഭോഗേതര ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാൻ ഈ ഉടമ്പടി ഇന്ത്യയെ അനുവദിക്കുന്നു. ഈ ഉടമ്പടിയുടെ ചരിത്രം പരിശോധിച്ചാൽ സിന്ധു നദിയിലെ ജലം പ്രധാനമായും ടിബറ്റിലും ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിലെ ഹിമാലയൻ പർവ്വതനിരകളിലുമാണ് ആരംഭിക്കുന്നത്. പഞ്ചാബ്, സിന്ധ് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഗുജറാത്തിലെ കറാച്ചി, കോറി ക്രീക്ക് എന്നിവയ്ക്ക് തെക്ക് അറബിക്കടലിൽ പതിക്കുന്നു. പാകിസ്ഥാനിലെ ശരാശരി വാർഷിക ജലസ്രോതസ് 218 ബില്യൺ ഘനമീറ്ററാണ്. ഒരുകാലത്ത് ഈ നദികളിലൂടെ ജലസേചനം ചെയ്യാവുന്ന ഒരു ഇടുങ്ങിയ ഭൂമി മാത്രമുണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ വികസനങ്ങൾ 2009 ആയപ്പോഴേക്കും പാകിസ്ഥാനിൽ മാത്രം 47 ദശലക്ഷം ഏക്കറിലധികം, ഏകദേശം 1,90,000 സ്ക്വയർ കിലോമീറ്റർ ജലം നൽകുന്ന കനാലുകളുടെയും സംഭരണ സൗകര്യങ്ങളുടെയും ഒരു വലിയ ശൃംഖല സൃഷ്ടിച്ചു. ഇത് ഏതൊരു നദീതടത്തിന്റെയും ഏറ്റവും വലിയ ജലസേചന പ്രദേശങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായല്ലാതെ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനം സിന്ധു നദീതടത്തിലെ ജലത്തെച്ചൊല്ലി ഒരു സംഘർഷം സൃഷ്ടിച്ചു. പുതുതായി രൂപീകരിച്ച സംസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായി ഒരു ഏകീകൃതമായ ജലസേചന ശൃംഖല എങ്ങനെ പങ്കിടാമെന്നും കൈകാര്യം ചെയ്യാമെന്നും സംബന്ധിച്ച് തർക്കത്തിലായിരുന്നു. കൂടാതെ വിഭജനത്തിന്റെ ഭൂമിശാസ്ത്രം സിന്ധു നദീതടത്തിന്റെ ഉറവിട നദികൾ ഇന്ത്യയിലായതിനാലായിരുന്നു. പാകിസ്ഥാൻ നദീതടത്തിലേക്ക് വെള്ളം നൽകുന്ന പോഷകനദികളുടെ മേൽ ഇന്ത്യയുടെ നിയന്ത്രണം ഉണ്ടാകുമെന്നത് പാകിസ്ഥാന് തങ്ങളുടെ ഉപജീവനത്തിന് ഭാവിയിൽ ഭീഷണിയാകുമെന്ന് തോന്നി. നദീതടത്തിന്റെ ലാഭകരമായ വികസനത്തിനായി ഇന്ത്യയ്ക്ക് തീർച്ചയായും സ്വന്തം അഭിലാഷങ്ങളുണ്ടായിരുന്നപ്പോൾ കൃഷിയോഗ്യമായ ഭൂമിയിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സിനെ ചൊല്ലിയുള്ള സംഘർഷം പാകിസ്ഥാന് രൂക്ഷമായ ഭീഷണിയായി. വിഭജനത്തിന്റെ ആദ്യ വർഷങ്ങളിൽ 1948 മെയ് 4 ഇന്റർ ഡൊമിനിയൻ കരാർ പ്രകാരം സിന്ധു നദീജലം വിഭജിച്ചു. പാകിസ്ഥാൻ സർക്കാരിൽ നിന്നുള്ള വാർഷിക പണമടക്കലുകൾക്ക് പകരമായി നിലവിലുള്ള കനാലുകളിലൂടെ പാകിസ്ഥാൻ നദീതട പ്രദേശങ്ങളിലേക്ക് മതിയായ ജലസേചനം ചെയ്യാൻ ഈ കരാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരുന്നു ഈ കരാർ. തുടർന്ന് കൂടുതൽ സ്ഥിരമായ പരിഹാരത്തിനായുള്ള ചർച്ചകൾ നടന്നു. എന്നിരുന്നാലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. ചർച്ചകൾ ഒരു സ്തംഭനാവസ്ഥയിലെത്തി. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാന്റെ ജലസേചന കനാലുകളിലേക്ക് ഇന്ത്യയെ നിർബന്ധിതരാക്കാൻ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഉഭയകക്ഷി പരിഹാരം ആവശ്യമാണെന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യ വിസമ്മതിച്ചു. 1951-ൽ ടെന്നസി വാലി അതോറിറ്റിയുടെയും US ആറ്റോമിക് എനർജി കമ്മീഷന്റെയും മുൻ ചെയർമാനായിരുന്ന ഡേവിഡ് ലിലിയന്തൽ കൊളിയേഴ്സ് മാസികയ്ക്കായി ഒരു ലേഖന പരമ്പര എഴുതാൻ ഈ പ്രദേശം സന്ദർശിച്ചു. ലിലിയന്തലിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതീവ താൽപര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെന്റുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. കോളിയേഴ്സ് മാസിക അദ്ദേഹത്തിന്റെ സന്ദർശനം സ്പോൺസർ ചെയ്തെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അകലം നികത്താനും ഉപഭൂഖണ്ഡത്തിലെ ശത്രുത മാറ്റാനും ലിലിയന്തലിന് സഹായിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ലിലിയന്തലിന് വിവരങ്ങൾ നൽകി. സന്ദർശനവേളയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാണെന്നും അത് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ലിലിയന്തലിന് വ്യക്തമായി. ലിലിയന്തലിന്റെ ആശയത്തെ ലോകബാങ്കിലെ അന്ന് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥരും തുടർന്ന് ഇന്ത്യൻ, പാകിസ്ഥാൻ സർക്കാരുകളും നന്നായി സ്വീകരിച്ചു. ലോകബാങ്കിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന യൂജിൻ ആർ ബ്ലാക്ക് ലിലിയന്തലിനോട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എല്ലായിടത്തും നല്ല അർത്ഥവത്താണ് എന്ന് പറഞ്ഞു. രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക പുരോഗതിയിൽ ബാങ്കിന് താൽപര്യമുണ്ടെന്നും സിന്ധു നദീജല തർക്കം ഈ വികസനത്തിന് ഗുരുതരമായ ഒരു തടസ്സമാകാൻ മാത്രമേ സാധ്യതയുള്ളൂവെന്നും ബ്ലാക്ക് എഴുതി. മൂന്നാം കക്ഷി മധ്യസ്ഥതയോടുള്ള ഇന്ത്യയുടെ മുൻകാല എതിർപ്പുകൾ സംഘർഷം തീർപ്പാക്കില്ലെന്നും പകരം കരാറിനുള്ള ഒരു വഴിയായി പ്രവർത്തിക്കുമെന്നും ബാങ്ക് അഭിപ്രായപ്പെട്ടു. സിന്ധു നദീജല തർക്കത്തിന്റെ പ്രവർത്തനപരമായും രാഷ്ട്രീയപരമായുമുള്ള വശങ്ങൾ തമ്മിൽ ബ്ലാക്ക് ഒരു വ്യത്യാസം കാണിച്ചു. ഇന്ത്യൻ, പാകിസ്ഥാൻ നേതാക്കളുമായുള്ള തന്റെ കത്തിടപാടുകളിൽ വിയോജിപ്പിന്റെ പ്രവർത്തനപരമായ വശങ്ങൾ രാഷ്ട്രീയ പരിഗണനകൾ കൂടാതെ ചർച്ച ചെയ്താൽ സിന്ധു നദീജലത്തിന്റെ ജലം എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നത് കൈകാര്യം ചെയ്യാൻ ഒരു പുതിയ ഗ്രൂപ്പിനെ അദ്ദേഹം വിഭാവനം ചെയ്തു. ബ്ലാക്ക് ഇന്ത്യൻ, പാകിസ്ഥാൻ, ലോകബാങ്ക് എഞ്ചിനീയർമാർ എന്നിവരടങ്ങുന്ന ഒരു വർക്കിംഗ് പാർട്ടി നിർദ്ദേശിച്ചു. ലോകബാങ്ക് പ്രതിനിധി സംഘം നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ഒരു കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പായി പ്രവർത്തിക്കും.
സിന്ധ് നദീജല തർക്കത്തിന് പെട്ടെന്ന് പരിഹാരം കാണാമെന്ന ബ്ലാക്കിന്റെ പ്രതീക്ഷകൾ അകാലമായിരുന്നു. ജലവിതരണം സംബന്ധിച്ച് ഇരുപക്ഷവും ഒരു ധാരണയിലെത്തുമെന്ന് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ത്യയോ പാകിസ്ഥാനോ അവരുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സിന്ധ് നദിയുടെ എല്ലാ പോഷകനദികളുടെയും ജലത്തോടുള്ള ചരിത്രപരമായ അവകാശത്തിൽ പാകിസ്ഥാൻ ഉറച്ചുനിൽക്കുകയും പടിഞ്ഞാറൻ പഞ്ചാബിന്റെ പകുതിയും വരൾച്ചാ ഭീഷണിയിലാണെന്നും പാകിസ്ഥാൻ വാദിച്ചപ്പോൾ മുൻപ് ജലവിതരണം നടത്തിയ രീതിയിൽ ഭാവിയിൽ വിഹിതം നിശ്ചയിക്കരുതെന്ന് ഇന്ത്യൻ പക്ഷം വാദിച്ചു. പകരം പടിഞ്ഞാറൻ പോഷകനദികളുടെ വെള്ളം പാകിസ്ഥാനിലേക്കും കിഴക്കൻ പോഷകനദികൾ ഇന്ത്യയിലേക്കും പോകുന്ന തരത്തിൽ ഇന്ത്യൻ പക്ഷം ഒരു പുതിയ വിതരണ അടിത്തറ സ്ഥാപിച്ചു. ബ്ലാക്ക് പ്രതീക്ഷിച്ചിരുന്ന കാര്യമായ സാങ്കേതിക ചർച്ചകൾ രാഷ്ട്രീയ പരിഗണനകളാൽ തടസ്സപ്പെട്ടു. ഈ പുരോഗതിയുടെ അഭാവത്തിൽ ലോകബാങ്ക് ഉടൻ തന്നെ നിരാശരായി. പെട്ടെന്ന് തന്നെ കുരുക്ക് അഴിച്ചുമാറ്റുന്ന ഒരു സാങ്കേതിക തർക്കമായി ആദ്യം വിഭാവനം ചെയ്തത് പരിഹരിക്കാനാവാത്തതായി തോന്നിത്തുടങ്ങിയിരുന്നു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും യോജിച്ച ജലവിതരണം നടപ്പിലാക്കുന്നത് പരിഗണിക്കാതെ വിഹിതത്തിന്റെ സാങ്കേതിക വശങ്ങളിൽ യോജിക്കാനോ തീരുമാനമെടുക്കാനോ കഴിഞ്ഞില്ല. ഒടുവിൽ 1954-ൽ ഏകദേശം 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ലോകബാങ്ക് സ്വന്തം നിർദ്ദേശം വാഗ്ദാനം ചെയ്തു. അത് സ്വയം വിഭജിച്ച പരിമിതമായ പങ്കിനപ്പുറം നദീതടത്തിന്റെ ഭാവിക്കായി വ്യക്തമായ പദ്ധതികൾ പരിഗണിക്കാൻ ഇരുപക്ഷത്തെയും നിർബന്ധിച്ചു. നദീതടത്തിന്റെ 3 കിഴക്കൻ പോഷകനദികൾ ഇന്ത്യയ്ക്കും 3 പടിഞ്ഞാറൻ പോഷകനദികൾ പാകിസ്ഥാനും വാഗ്ദാനം ചെയ്തു. പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള വെള്ളം തിരിച്ചുവിടാനും പാകിസ്ഥാന് നഷ്ടപ്പെട്ട കിഴക്കൻ നദി വിതരണത്തിന് പകരമായി കനാലുകളും സംഭരണ അണക്കെട്ടുകളും നിർമ്മിക്കേണ്ടതായി വരുമായിരുന്നു. ലോകബാങ്കിന്റെ നിർദ്ദേശത്തിന് ഇന്ത്യ വഴങ്ങിയെങ്കിലും പാകിസ്ഥാൻ അത് അസ്വീകാര്യമായി തോന്നി. കിഴക്കൻ നദികൾ ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാനും ലോകബാങ്ക് അനുവദിച്ചു. സിന്ധു നദീതടത്തിന്റെ ചരിത്രപരമായ ഉപയോഗമോ പശ്ചിമ പഞ്ചാബിന്റെ കിഴക്കൻ ജില്ലകൾ മരുഭൂമികളായി മാറുമെന്ന വസ്തുതയോ ഈ പുതിയ വിതരണം കണക്കിലെടുത്തില്ല. കൂടാതെ പാകിസ്ഥാന്റെ ചർച്ചാ നിലപാട് നിരാകരിച്ചു. ഇന്ത്യ ഒരു പുതിയ വിതരണ സംവിധാനത്തിനായി നിലകൊണ്ടെടുത്ത് വിഭജനത്തിന് മുമ്പുള്ള വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് പാകിസ്ഥാൻ വാദിച്ചു. ലോകബാങ്ക് നിർദ്ദേശം ഇന്ത്യൻ പദ്ധതിയുമായി കൂടുതൽ യോജിച്ചതായിരുന്നു. ഇത് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ചൊടിപ്പിച്ചു. വർക്കിംഗ് പാർട്ടിയിൽ നിന്ന് പിന്മാറുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ചർച്ചകൾ പൊളിഞ്ഞു. എന്നിരുന്നാലും ചർച്ചകൾ പിരിച്ചുവിടുന്നത് ഇരുപക്ഷത്തിനും താങ്ങാൻ കഴിഞ്ഞില്ല. ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ പാകിസ്ഥാൻ പത്രങ്ങൾ എഴുതിയപ്പോൾ ശത്രുത വർദ്ധിച്ചുവരുമെന്നായിരുന്നു വാർത്തകൾ. സിന്ധു നദീജല പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയും വളരെയധികം ഉത്സുകരായിരുന്നു. വലിയ വികസന പദ്ധതികൾ ചർച്ചകൾ വഴി നിർത്തിവച്ചു. ജലസേചനത്തിനായി വെള്ളം തിരിച്ചുവിടാൻ ഇന്ത്യൻ നേതാക്കൾ തയ്യാറായിരുന്നു. 1954 ഡിസംബറിൽ ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറായി. ലോകബാങ്ക് നിർദ്ദേശം ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലുള്ളതിൽ നിന്ന് ചർച്ചയ്ക്കുള്ള അടിസ്ഥാനത്തിലേക്ക് മാറ്റി. അടുത്ത 6 വർഷത്തേക്ക് ചർച്ചകൾ തുടരുകയും നിർത്തിവെക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലുകളുടെയും സംഭരണ സൗകര്യങ്ങളുടെയും നിർമ്മാണത്തിനുള്ള ധനസഹായമായിരുന്നു കരാറിലെ അവസാന തടസ്സങ്ങളിലൊന്ന്. കിഴക്കൻ നദികളിലേക്കുള്ള അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്ന വെള്ളത്തിന് പകരം വയ്ക്കാൻ ഈ കൈമാറ്റം ആവശ്യമായിരുന്നു. ഈ ജോലികൾക്കായി ഇന്ത്യ പണം നൽകണമെന്ന് ലോകബാങ്ക് തുടക്കത്തിൽ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ വിസമ്മതിച്ചു. ധനസഹായത്തിനുള്ള ഒരു പദ്ധതിയിലൂടെ ബാങ്ക് ഇതിന് പരിഹാരം കണ്ടു. ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് (IRDC) യുമായി ചേർന്ന് പാകിസ്ഥാന് ഫണ്ടുകളും വായ്പകളും സംയോജിപ്പിച്ച് നൽകാൻ സമ്മതിച്ചു. ഈ പരിഹാരം കരാറിലെ ശേഷിച്ച തടസ്സങ്ങൾ നീക്കി. 1960 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ബാധകമാകുന്ന തരത്തിൽ 1960-ൽ ഇരു രാജ്യങ്ങളും ഒരേ ദിവസം തന്നെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്നാൽ സിന്ധു നദീതട വികസന ഫണ്ട് കരാർ ഇന്ത്യ വ്യവസ്ഥകൾ അതിന്റെ ആർട്ടിക്കിൾ 11(3) പ്രകാരം സിന്ധു ജല ഉടമ്പടിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ശേഷം അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പാർലമെന്റിൽ ഇന്ത്യ ഒരു ജല സെറ്റിൽമെന്റ് വാങ്ങിയതായി പ്രസ്താവിച്ചു. 1964-ൽ ഒരു അനുബന്ധ കരാറിലൂടെ പാകിസ്ഥാനുള്ള ഗ്രാന്റുകളും വായ്പകളും നീട്ടി നൽകുകയും ചെയ്തു. നിലവിൽ ഒരു തർക്കമുണ്ടായാൽ കരാറിൽ നൽകിയിരിക്കുന്ന മധ്യസ്ഥ നടപടിക്രമം പാലിക്കാൻ ഒരു കക്ഷിയോ രാജ്യമോ സഹകരിക്കാത്തപ്പോൾ തർക്ക പരിഹാര പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മാത്രം ഇടപെടുക എന്നതാണ് ലോകബാങ്കിന്റെ ചുമതല.